മതം പറയും വിശ്വാസമാണ് വലുതെന്ന്, കവികൾ പറയും പ്രണയമാണ് വലുതെന്ന്, ബന്ധുക്കൾ പറയും ബന്ധങ്ങളാണ് വലുതെന്ന്. പക്ഷേ നമുക്കറിയാം, ഇതിനേക്കാൾ ഉപരി ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്: പണം. പണം കൊണ്ട് എല്ലാം നേടാമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പണം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ 90% പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന ചൊല്ലുപോലെ തന്നെയാണ് പണം നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നത്. നമ്മളെ തിരസ്കരിക്കുന്ന പലരും നമ്മുടെ പണത്തിന് മുകളിൽ നമ്മളെ ഓശാനിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പണത്തിന് പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകാൻ കഴിയും. അതുതന്നെയാണ് പണത്തിൻ്റെ മാജിക്കും. ഓരോ ഘട്ടങ്ങളിൽ നമുക്കൊന്ന് തോന്നും, പഠനം കഴിഞ്ഞിട്ട് വേണം ജീവിക്കാൻ എന്ന്. അത് കഴിഞ്ഞ് ജോലി കിട്ടുമ്പോൾ ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് ജീവിക്കാൻ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ജീവിക്കില്ല. അത് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, വിവാഹം കഴിഞ്ഞ് ഒന്ന് സെറ്റിലാവണം, എന്നിട്ട് വേണം ജീവിക്കാനെന്ന്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എവിടെയും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എന്തെങ്കിലും നേടിയിട്ട് ജീവിക്കാം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ആ ജീവിതയാത്ര തന്നെ ആസ്വദിക്കുക എന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്തൊരു പാഠം. കാരണം ഓരോ ഘട്ടവും നമുക്ക് അത്രത്തോളം വലുതാണ്. മറക്കാൻ പറ്റാത്ത ഓരോ ഓർമ്മകളും സമ്മാനിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും. അതിലെല്ലാം നമുക്ക് പിന്നീട് മാറ്റിവെക്കാൻ സമയം കണ്ടെത്താൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ കാലഘട്ടം വളരെ മനോഹരമായി തന്നെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം. നമ്മുടെ കൂടെ നടക്കാൻ പല ആൾക്കാരും ഉണ്ടാവും നമ്മുടെ ഓരോ ഘട്ടത്തിലും. പക്ഷേ അവരെ ഒന്നും തന്നെ നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവുന്നവരായിരിക്കില്ല. ചിലർ മരിച്ചു പോകാം, വേറെ ചിലരാണെങ്കിൽ അകന്നു പോകാം. എന്നിരുന്നാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. സോ നമ്മൾ സ്വന്തം കാലിൽ ജീവിക്കാൻ പ്രാപ്തരായേ മതിയാവുള്ളൂ. അതൊരാളെയും കണ്ടുകൊണ്ടല്ല, നമ്മളുടെ ജീവിതം നമുക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട്.